ഹായ്, എല്ലാവർക്കും ട്രാവൽ ഫോർ ടേസ്റ്റി ഫുഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വറുത്തരച്ച ചിക്കൻ കറി. ഇതിൻ്റെ ഗ്രേവി തന്നെ മതിയാവും നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാനും ആവശ്യത്തിന് ചപ്പാത്തി കഴിക്കാനും. അത്രയും രുചിയാണ് ഈ കറിക്ക്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1.5 കിലോ ചിക്കൻ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, 3 ഏലക്കായ, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പൈസസ് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. തേങ്ങ ഒരു 1/4 ഭാഗം വറുത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങ നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. വറുത്തെടുത്ത തേങ്ങ ചൂടാറാനായി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമായിട്ട് നമുക്കൊരു 3 സവാള സ്ലൈസ് ചെയ്തെടുക്കണം. 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ കൂടി അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. നമ്മുടെ പെരിഞ്ജീരകം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായി വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത് അരച്ചെടുത്ത ആ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരപ്പ് അരച്ചെടുത്ത മിക്സിയുടെ ജാറ് കഴുകിയെടുത്തിട്ട് ആ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ ഗ്രേവി നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ഗ്രേവിയുമായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ കറിയിൽ
ചിക്കനൊക്കെ നന്നായി വെന്ത് ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.